ഒരു അടിപൊളി സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കണത്. അതായത് ചിക്കൻ കാജു ബിരിയാണി. അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമ്മൾ 1 കിലോ ചിക്കൻ മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് മസാല ചേർത്തിട്ട് ഒന്ന് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സവാള ഒരു 400 ഗ്രാം സവാളയും പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ട് ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് ഒരല്പം അധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരല്പം പെരുംജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി മാത്രം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി മാത്രം ഇട്ട് വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വേണ്ട മസാല മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം കേട്ടോ, വേറൊരു മസാല നമ്മൾ അതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചതച്ചതാണ്. അത് കൃത്യ അളവും കണക്കും ഞാൻ ചെയ്തട്ടോ. ഒന്ന് വെന്തതിൻ്റെ ശേഷം നമ്മളിതാ അതിലേക്ക് തൈര്, അതേപോലെ തന്നെ മല്ലിയില പുതിനയില, ആ ഫ്രൈ ചെയ്ത് വെച്ച സവാളേൻ്റെ 1/4 ഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു തുള്ളി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് മസാല ആക്കി എടുക്കുക. എന്നിട്ട് ആ പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുണ്ട് ചൂടായതിന് ശേഷം അടച്ചിട്ട് അവിടെ മാറ്റി വെക്കുന്ന റൈസ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഒരു കുക്കറോ പാത്രം എന്തെങ്കിലും എടുത്തിട്ട് നെയ്യ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പട്ട ഏലം ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം 1 കപ്പ് അരിയാണെങ്കിൽ 1.25 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിന് ഉപ്പിട്ടിട്ട് കഴുകി വൃത്തിയാക്കി അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മളത് കുറച്ച് വേവ് എറിയുന്നുണ്ട് കേട്ടോ. ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ മസാലക്കൂട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ റൈസ് അതിൻ്റെ മേലിടുക. അതിൻ്റെ ഇടയിൽ സവാള പൊരിച്ചതും കുറച്ച് ഗരം മസാല എല്ലാം കൂടി വെതറുക. എന്നിട്ട് അടച്ച് വെക്കുക, വേവിക്കുക. അടിപൊളി ബിരിയാണി.